മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാള് നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. ഭാരത ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും തോമാസ് ലീഹായുടെ വിശ്വാസ പാരമ്പര്യം പിൻചെല്ലുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഹ ശക്തനായിരുന്നു, ധീരനായിരുന്നു. കാരണം അവൻ ക്രിസ്തുവിനെ അധികമായി സ്നേഹിച്ചിരുന്നു, ക്രിസ്തുവിൽ അധികമായി വിശ്വസിച്ചിരുന്നു. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന് പറയാനുള്ള ഒരു ധീരത തോമാസ് ലീഹായ്ക്ക് എവിടുന്നാണ് കിട്ടിയത്? ഈശോയിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നാണ്. അവനോട് പോയി മരിക്കാം, വേറെ ആരുടെയും കൂടെ ഇല്ല. അവനോട്, ഈശോയോട് കൂടെ പോയി മരിക്കാം, അവന്റെ കൂടെ. അതാണ് തോമാസ് ലീഹായുടെ വലിയ ധീരതയുടെ കാരണം. ക്രിസ്തുവിന്റെ കൂടെ, അവന്റെ കൂടെ പോയാല് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയൊരു വിശ്വാസം തോമാസ് ലീഹായ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തോമാസ് ലീഹായുടെ വിശ്വാസ പാരമ്പര്യത്തെ പിന്തുടരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയില്ല. അവന്റെ കൂടെ പോവുക, ക്രിസ്തുവിന്റെ കൂടെ നടക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ക്രിസ്തുവിന്റെ കൂടെ പോയാൽ ഒരു ശക്തിക്കും തങ്ങളെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യം തോമാസ് ലീഹായ്ക്കുണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ കൂടെ നടന്നാൽ ഒരു ശക്തിയും എന്നെ തകർക്കില്ല എന്നുള്ള ആഴത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. നമ്മൾ എവിടെ പോയാലും എന്തു ചെയ്താലും ക്രിസ്തുവിന്റെ കൂടെ നടക്കണം. ക്രിസ്തു നമ്മുടെ അരികിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവന്റെ കൂടെ നടന്നാൽ, അവന്റെ കൂടെ അധ്വാനിച്ചാൽ, അവന്റെ കൂടെ പഠിച്ചാൽ, അവന്റെ കൂടെ ഇന്റർവ്യൂവിന് പോയാൽ, അവന്റെ കൂടെ അധ്വാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം അവൻ നമുക്ക് വേണ്ടി പോരാടും, അവൻ നമുക്ക് വേണ്ടി നിൽക്കും. എന്റെ കുടുംബം ക്രിസ്തുവിന്റെ കൂടെയാണോ? എന്റെ ജീവിതം ക്രിസ്തുവിന്റെ കൂടെയാണോ? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. തോമാസ് ലീഹ, ബാക്കി എല്ലാവരും ഈശോയുടെ ഉദ്ധാനശേഷം കതകടച്ച് ഭയന്നിരിക്കുമ്പോ തോമാസ് ലീഹ പുറത്തോടേക്ക് ഇറങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ ക്രിസ്തു വന്നപ്പോ തോമാസ് ലീഹയെ കാണാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, അവനെങ്ങനെ ഇറങ്ങിപ്പോയത്? ധീരതയാ. ക്രിസ്തു തന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ക്രിസ്തു മരിച്ചില്ലാതായി തീർന്നിട്ടില്ല. ക്രിസ്തു എന്റെ കൂടെ എന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം തോമാസ് ലീഹായ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തു എന്റെ കൂടെയുണ്ട്, ഞാൻ അവന്റെ കൂടെയാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക. അതുപോലെ തന്നെ തോമാസ് ലീഹ എന്തുകൊണ്ടാണ് അവന്റെ മുറിവ് കാണണം, ആ മുറിവിൽ നിന്ന് വിരലിടണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം അവന് നേടിയെടുക്കണമായിരുന്നു. ആരെങ്കിലും പറയുന്നതുകൊണ്ട് മാത്രമുള്ള ഒരു വിശ്വാസം ആയിരിക്കരുത് തന്റെ വിശ്വാസം എന്ന് തോമാസ് ലീഹയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. പലരും പലതും പറയും, പക്ഷെ എന്നെ അതൊന്നും ബാധിക്കില്ല. പലരുടെയും ജീവിതത്തിൽ പലതും സംഭവിക്കും. അതൊന്നും അല്ല എന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ആധാരം. ഞാൻ വ്യക്തിപരമായിട്ട് നേടിയെടുക്കുന്ന ക്രിസ്തു അനുഭവമാണ് എനിക്ക് വലുത്. അതിനുവേണ്ടി തോമാസ് ലീഹ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലുകളെ കുറിച്ച് നമ്മൾ കേട്ട് നമ്മൾ അതിൽ തൃപ്തരാവുകയാണോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു അനുഭവം എനിക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ട്, ക്രിസ്തുവിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഠിനമായ അധ്വാനം ചെയ്യും. അതായിരുന്നു തോമാസ് ലീഹായുടെ പിടിവാശിക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. എനിക്കെന്റെ ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം. നമുക്ക് ഈ ഒരു ബോധ്യമുണ്ടോ? ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവാനുഗ്രഹത്തിനൊരു കാത്തിരിപ്പ് ഉണ്ട് എന്നുകൂടെ തോമാസ് ലീഹായുടെ ജീവിതം പഠിപ്പിക്കുന്നുണ്ട്. തോമാസ് ലീഹ ഇല്ലാതിരുന്നപ്പോഴാണ് ഈശോനാഥൻ പലപ്പോഴും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. എത്രമാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത തോമാസ് ലീഹ ഇല്ലാത്ത സമയത്ത് കർത്താവ് എന്തിനാ വന്നത്? കാത്തിരിക്കണം. ദൈവാനുഭവത്തിനും ദൈവാനുഗ്രഹത്തിനും ഒരു കാത്തിരിപ്പുണ്ട്.
കാത്തിരിക്കാൻ തയ്യാറായാൽ കിട്ടുന്നത് വലുതാണ്. തോമാസ് ലീഹ കാത്തിരുന്നപ്പോ കിട്ടിയത് എന്താ? ക്രിസ്തു അവന് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കൊക്കെയോ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ കിട്ടണം. നമ്മൾ ചോദിക്കുന്ന നിമിഷത്തിൽ നമുക്ക് കിട്ടണം. നമ്മൾ ആ നിമിഷത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബഹളം വെക്കും. കിട്ടിയില്ലെങ്കിലോ നമ്മുടെ വിശ്വാസം പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിച്ചതിന് ശേഷം കാത്തിരിക്കുക. ക്രിസ്തു എനിക്ക് തരും, ക്രിസ്തു എന്റെ ജീവിതത്തിന് മുൻപിൽ വരും. ഈ ഒരു കാത്തിരിപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായി നോക്കിക്കേ. അവിടെ ക്രിസ്തുവിന് നിന്റെ ജീവിതത്തെ തൊടാതിരിക്കാനോ അനുഗ്രഹിക്കാതിരിക്കാനോ സാധിക്കുകയില്ല. ഏറ്റവും വലുത് തന്നെ കർത്താവ് നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്, കാത്തിരിക്കാൻ തയ്യാറായാൽ. ഇന്ന് തോമാസ് ലീഹായുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. തോമാസ് ലീഹായെ പോലെ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? തോമാസ് ലീഹായെ പോലെ ക്രിസ്തുവിന്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? തോമാസ് ലീഹ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നതുപോലെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണോ? കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങിറങ്ങി ചെല്ലണമേ. കർത്താവെ, ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. തോമാസ് ലീഹായെ പോലെ അങ്ങയോട് കൂടെ നടക്കുവാനും അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഈശോയെ, ഇവരെ സംരക്ഷിക്കണമേ. ഈശോയെ, ഇവരെ പരിപാലിക്കണമേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ, അധ്വാന മേഖലകളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങൾ നിർവീര്യമായി തീരട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ ഇവരിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.